കുട്ടികളെ, നിങ്ങൾ ഈ പർപ്പിൾ കളറിലെ ഈ ഒരു ടിന്നും പർപ്പിൾ കളറിലെ ഫേസ് മാസ്കിന്റെ അതെ മുഖവും നിങ്ങൾ പല റീലിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സാധനം എന്തിനുള്ളതാണ്, എന്താണ് ഇതിന്റെ ഗുണം എന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ഉള്ളൊരു സ്കിന്നാണ് കേട്ടോ. എന്നാല് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിടിക്കത്തില്ല, പെട്ടെന്ന് പിമ്പിൾസ് ഒക്കെ വരും. ഈ സാധനത്തിന് ഒരു കോലൊക്കെ ഉണ്ട് കേട്ടോ പരട്ടെ. എനിക്ക് കൈ തന്നെ മുഖ്യം. അപ്പൊ ഈ സംഭവം കൊണ്ട് പരട്ടുക, ചെറിയൊരു പുകച്ചിൽ ഫീൽ ചെയ്യും, പേടിക്കണ്ട, ഒന്നും പറ്റൂല. 15 to 20 മിനിറ്റ് നമ്മളിത് വെക്കണം. എന്നിട്ട് ഒരു നല്ലൊരു കോട്ടൺ ടവലോ എന്തെങ്കിലും എടുത്തിട്ട് ഇത്തിരി തണുത്തോളം കിട്ടണമെങ്കിൽ അടിപൊളി, അതിൽ മുക്കിയിട്ട് ഒരു 15-20 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിനെ തുടച്ച് കളയണം. തുടച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തും കളയണം. അപ്പൊ എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ചത്തിരിക്കുന്ന, അതായത് നമ്മൾ തളർന്ന് കിടക്കുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുമ്പോൾ കിട്ടുന്നൊരു ഉണർവില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖത്തിന് ഒരു ചെറിയൊരു ഗ്ലോയും ചെറിയൊരു ബ്രൈറ്റൻസ് ഫീലും നല്ലൊരു ജീവൻ കിട്ടിയ പോലെ തോന്നും. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണം, നമ്മൾ കുറെ അലഞ്ഞു തിരിഞ്ഞ് ഓടി ചത്തിരിക്കുന്ന ഫേസ് ആണെങ്കിൽ അതിനൊരു ഉണർവ് വരുത്തുന്നത് ഈ സാധനം അടിപൊളിയാണ്. പിമ്പിൾസ് ഒന്നും വരത്തില്ല. അതിന്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. മോയ്സ്ചറൈസർ എപ്പോഴും ആണിനും പെണ്ണിനും പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, വിലയുണ്ട്, ഒരു 1000 രൂപ അടുത്തൊക്കെ ഉണ്ട്. പക്ഷെ ഈ സാധനം നിങ്ങൾ ഒരാഴ്ച രാത്രിയെങ്കിലും അറ്റ്ലീസ്റ്റ് കിടക്കാൻ നേരത്തെ ഇത് ഇട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ മാറ്റം ധൈര്യമായിട്ട് വന്ന് കമന്റ് ചെയ്തോ. അതുപോലത്തെ ഐറ്റമാണ്. എൻ്റെ ഒരുപാട് ഷോർട്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഓസ്ട്രേലിയൻ പ്രൊഡക്റ്റ് എങ്ങാണ്ടാണ്. തീർന്നട, ഇത്രയും മതി കേട്ടോ. ആണിനും പെണ്ണിനും പറ്റും. ആൺപിള്ളേരെ നിങ്ങളിത് മേടിച്ച് ഉപയോഗിച്ചിട്ട് ഇതൊരു ഗുണമില്ലെന്ന് നിങ്ങൾ പറഞ്ഞോ, ഞാൻ അതിന്റെ പൈസ റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. അത്രയും ഉറപ്പാണ്. ഞാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ ഇട്ടേക്കാം കേട്ടോ. ഞാനുണ്ടല്ലോ, ഇതൊക്കെ എന്തായാലും കഴിയല്ലടാ, ഞാൻ പോയിട്ട് ഒന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ലൈറ്റ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്നൊരു തെളിച്ചം വന്നത്. ആ ലൈറ്റ് ഇട്ടാൻ മറന്നുപോയി. ആ ലിപ്സ്റ്റിക് അടിപൊളിയാണ്. ഇന്ന് രാവിലെ ഇട്ടാൽ നാളെ വരെ ഉണ്ടാവും. ഈ മുടി അഴിക്കാനുള്ള കാരണം, ഈ മുടിയിൽ ഞാനിപ്പോ പുതിയ 2 ഷാമ്പു ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വിലയുണ്ട്. 2000 സംതിങ് ഷാമ്പൂനും 2000 സംതിങ് കണ്ടീഷണറും ഉണ്ട്. പക്ഷെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, എന്നെ പോലെ ഡ്രൈ ആയിട്ട് കളർ ചെയ്ത് ഡ്രൈ ആയി ഡാമേജ് ആയിട്ടുള്ള ഹെയറിനും, രണ്ടാമത് ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ ഡാമേജ് ആയിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിനും, പിന്നെ ഒതുങ്ങിപ്പോകുന്നു ചേച്ചി എനിക്ക് ഭയങ്കര ഉള്ളൊന്നും തോന്നുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് മരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഹെയറിന് റിസൾട്ട് വന്നതും നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഹെയറിന് ജീവൻ കിട്ടിയെന്ന്. ഇപ്പം ഈ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവരും ഞാൻ സ്ക്രീനിൽ ലിങ്ക് ഇടാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ച് അത്രയും റിസൾട്ട് ഉള്ളതാണ്. ഒരു പ്രോബ്ലംസും വന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഹെയറുകാർക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു കണ്ടന്റ് പ്ലെയിൻ ഉണ്ട്, ഈ കമ്പനിയുടെ കളറൊന്നും ഹെയർ ചെയ്യാത്ത നോർമൽ ഡ്രൈ ഹെയർ ആണെങ്കിൽ അതും ഉപയോഗിക്കും.